നിങ്ങൾക്കറിയാമോ, ക്ഷത്രിയർ മാത്രമല്ല പറയനും പുലയനും നാടാരും കുറവനുമൊക്കെ നമ്മെ ഭരിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന്. കേരളത്തിലെ ചരിത്രത്തിൽ പുലയരും പറയരും പാണരുമെല്ലാം അയിത്തജാതിക്കാരായും അടിമകളായും മുദ്രകുത്തപ്പെട്ടവരാണെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അങ്ങനെ ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കരുതപ്പെട്ടിരുന്ന ഈ വിഭാഗക്കാർ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? അതെ, വിശ്വസിച്ചേ മതിയാകൂ. കാരണം ചരിത്രം അതാണ് രേഖപ്പെടുത്തുന്നത്. പുലയർ എന്നത് ഒരു കാലത്ത് വിജ്ഞാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമായിരുന്നു. പുലയർ എന്ന വാക്കിൻ്റെ യഥാർത്ഥ രൂപം പുലവൻ എന്നാണ്. വിദ്വാൻ, പണ്ഡിതൻ, അറിവുള്ളവർ എന്നെല്ലാമാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പ്രാചീന കേരളത്തിൽ അറിവിലും ഭരണത്തിലും മുൻപന്തിയിലായിരുന്നവർ പുലവന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നു. അവർക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു രാജാക്കന്മാരും നാടുവാഴികളുമെല്ലാം. അവർ തങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ച് നാടിനെ ഭരിച്ചു. കേരളത്തിലെ ഒരു പ്രമുഖ രാജവംശമായ വേണാട് രാജാക്കന്മാരെ പുലയ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആര്യന്മാരുടെ ആചാരങ്ങളും വർണ്ണവ്യവസ്ഥകളും കേരളീയ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ തദ്ദേശീയരായ ദ്രാവിഡ ജനതയുടെ ജീവിത രീതികൾക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിച്ച പുലവന്മാർ ആര്യന്മാരുടെ വർണ്ണവിവേചനത്തെ ചെറുത്തു. ആര്യന്മാർക്ക് അഭയം നൽകാൻ പോലും അവർ വിസമ്മതിച്ചു. എന്നാൽ ദൗർഭാഗ്യവശാൽ ആര്യന്മാർ കേരളത്തിൽ വേരുറപ്പിച്ചു. കാലക്രമേണ പുലവന്മാരുടെ സാമൂഹിക പദവി താഴാൻ തുടങ്ങി. ആര്യന്മാരുടെ വർണ്ണവ്യവസ്ഥയിൽ അവർ താഴ്ന്ന ജാതിക്കാരായി ഗണിക്കപ്പെട്ടു. പുലവൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പിന്നീട് മാറ്റിമറിച്ചു. വയലുകളിൽ പണിയെടുക്കുന്നവർ എന്ന അർത്ഥത്തിൽ പുലവൻ എന്നത് പുലയൻ എന്നാക്കി മാറ്റി. ഈ പദം ഒരു തൊഴിലിനെ സൂചിപ്പിക്കുന്നതിലുപരിയായി അയിത്തത്തിൻ്റെയും അശുദ്ധിയുടെയും പ്രതീകമായി മാറുകയാണ് പിന്നീട് കണ്ടത്. അതോടെ വിദ്യാസമ്പന്നരും രാജാക്കന്മാരുമായിരുന്ന ഈ ജനവിഭാഗം അടിമകളായും തൊട്ടുകൂടാത്തവരായും തീണ്ടിക്കൂടാത്തവരായും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. അയിത്തം എന്നത് കേവലം ഒരു അന്ധവിശ്വാസമായിരുന്നില്ല, മറിച്ച് ഒരു സാമൂഹിക അടിച്ചമർത്തൽ തന്ത്രമായിരുന്നു. അധികാരവും അറിവും കൈവശമുണ്ടായിരുന്ന ഒരു ജനതയെ ദുർബലരാക്കാൻ ഉപയോഗിച്ച ഒരു ആയുധം. ഭൂമിയുടെയും അധികാരത്തിൻ്റെയും കൈവശാവകാശം ഇല്ലാതാക്കി അവരെ അടിമകളാക്കി മാറ്റി. പിന്നീട് ഈ ജനവിഭാഗങ്ങൾ ജന്മിമാരുടെയും മറ്റ് ഉയർന്ന ജാതിക്കാരുടെയും പാടങ്ങളിൽ പണിയെടുക്കാൻ നിർബന്ധിതരായി. ചരിത്രത്തിൻ്റെ ഇരുണ്ട ഏടുകളിൽ മറഞ്ഞുകിടന്ന ഈ യാഥാർത്ഥ്യം ഇന്ന് പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റി എഴുതേണ്ടി വരുന്നു. അറിവും അധികാരവും ഉണ്ടായിരുന്ന ഒരു ജനതയെ എങ്ങനെയാണ് അയിത്തത്തിലൂടെയും അതുപോലെ വിവേചനത്തിലൂടെയും സമൂഹം പാർശ്വവൽക്കരിച്ചത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് പുലയരുടെ ചരിത്രം. കേരളത്തിൻ്റെ ചരിത്ര താളുകൾ മറിച്ചു നോക്കിയാൽ പലപ്പോഴും നാം കാണുന്നത് ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ വീരഗാഥകളാണ്. എന്നാൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മറ്റൊരു ചിത്രം തെളിഞ്ഞു വരും. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി സമൂഹം മാറ്റി നിർത്തിയ പുലയ വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാർ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്നു എന്ന വസ്തുത പലർക്കും അവിശ്വസനീയമായി തോന്നിയേക്കാം. പക്ഷേ സംഘകാല കൃതികൾ ഈ ചരിത്രം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പുരാതന കേരളത്തിലെ ശക്തരായൊരു ഭരണകൂടമായിരുന്നു പൂഴിനാട് അഥവാ ഏഴിമല. ഇന്നത്തെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളുടെ തീരപ്രദേശങ്ങളും വയനാടിൻ്റെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ രാജ്യം. സംഘകാല കൃതികളിൽ ഏഴിമല രാജാക്കന്മാരെ പുലയ രാജാക്കന്മാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു നന്നൻ രാജാവ്. നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു നന്നൻ. നീതി നിർവഹണത്തിൽ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. പൊതുമുതൽ അപഹരിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ നൽകി. അതോടൊപ്പം തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു നന്നൻ രാജാവ്. വൻതോതിലുള്ള ധനശേഖരണവും മനോഹരമായ തേരുകളും കുതിരപ്പടയും നന്നനുണ്ടായിരുന്നു. നന്നൻ രാജാവ് വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് റോമുമായി വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഇതിനുള്ള പ്രധാന തെളിവുകൾ ലഭിച്ചത് കോൺകാനം എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നാണ്. ഈ പ്രദേശത്ത് നിന്ന് AD 491 വരെയുള്ള റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധിശേഖരങ്ങളിലൊന്നാണ് ഇത്. സംഘകാല കൃതികളിൽ നന്നന്റെ ഈ ധനശേഖരണത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഈ കണ്ടെത്തലുകൾ ഏഴിമലയും റോമുമായുള്ള വാണിജ്യ ബന്ധത്തിന് അടിവരയിടുന്നു. നന്നൻ വെറുമൊരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, ഒരു ധീരനായ യോദ്ധാവ് കൂടിയായിരുന്നു. സംഘകാല കൃതിയായ അകനാനൂറ് അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിണ്ഡൻ എന്ന നാടുവാഴിയെ പരാജയപ്പെടുത്തിയതും ആയി ഏനൻ എന്ന സേനാനായകന്റെ നേതൃത്വത്തിൽ നടന്ന പാഴി യുദ്ധത്തിൽ വിജയിച്ചതും നന്നന്റെ സൈനിക മികവിന് ഉദാഹരണങ്ങളാണ്. ഈ യുദ്ധത്തിൽ എട്ടൈ, അത്തി, കട്ടി, കങ്കൺ, പൂന്തുറൈ എന്നീ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചേർന്ന് പഴയൻ എന്ന രാജാവിനെയും നന്നൻ പരാജയപ്പെടുത്തി. എന്നാൽ ഈ വിജയങ്ങൾക്കിടയിൽ ചില തിരിച്ചടികളും അദ്ദേഹത്തിനുണ്ടായി.
നന്നന്റെ ശത്രുക്കളിൽ പ്രമുഖൻ ചേര സാമ്രാജ്യത്തിലെ യുവരാജാവായിരുന്ന നാൻമുടി ചേരലാതൻ ആയിരുന്നു. കോയമ്പത്തൂരിന്റെ വടക്കൻ ഭാഗങ്ങൾ നന്നന്റെ അധീനതയിലായിരുന്നത് ഈ ശത്രുതയ്ക്ക് ഒരു കാരണമായിരുന്നു. പാഴി യുദ്ധത്തിന്റെ പ്രതികാരമായി നടന്ന വാഗൈ പെരുന്തുറ യുദ്ധത്തിലാണ് നന്നൻ കൊല്ലപ്പെട്ടത്. നന്നന്റെ മരണവാർത്ത ചേര രാജാക്കന്മാരെ അത്യധികം സന്തോഷിപ്പിച്ചു. അതോടെ നന്നന്റെ സാമ്രാജ്യം ചേരന്മാരുടെ കൈവശമായി. നന്നന്റെ പിൻഗാമികൾ പാഴിയിൽ തുടർന്നെങ്കിലും അവരുടെ പ്രതാപം പിന്നീട് നഷ്ടപ്പെട്ടു. എങ്കിലും നന്നൻ ഉദയൻ എന്ന മറ്റൊരു രാജാവിനെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശമുണ്ട്. ഇദ്ദേഹം നന്നന്റെ മകനായിരിക്കാൻ സാധ്യതയുമുണ്ട്. നന്നൻ ഉദയന്റെ കാലശേഷം പൂഴിനാട് പൂർണ്ണമായും ചേരന്മാരുടെ അധീനതയിലായി. നന്നന്റെ പിൻഗാമികൾ തുളുനാട്ടിലേക്ക് ഒതുങ്ങിക്കൂടുകയും ചെയ്തു. നന്നൻ രാജാവിന്റെ കഥ ഒരു ജനവിഭാഗം എങ്ങനെ അധികാരത്തിൽ നിന്ന് അരികുകളിലേക്ക് മാറ്റപ്പെട്ടു എന്നതിന്റെ നേർചിത്രമാണ്. കേരളം ഭരിച്ച പുലയ രാജാക്കന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഘകാല കൃതികളിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ കഥയിലെ മറ്റൊരു നിർണായക കഥാപാത്രമാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന നാഞ്ചിൻ വള്ളുവൻ. നാഞ്ചിൻ വള്ളുവന്റെ ഭരണകേന്ദ്രം തിരുവനന്തപുരത്തെ വേളിക്കായലിനടുത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കോട്ടയും കൊട്ടാരവും സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രദേശം വള്ളുവനാട് കോട്ട എന്നും പൊഴിച്ചുനാട് എന്നും അറിയപ്പെട്ടിരുന്നു. കുളത്തൂർ മുതൽ പൂന്തുറ പൊഴി വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഈ വലിയ പ്രദേശം പിന്നീട് 16-ാം നൂറ്റാണ്ടോടെ വള്ളുവനാട് എന്ന പേരിൽ കൂടുതൽ അറിയപ്പെട്ടു. നാഞ്ചിൻ വള്ളുവന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത് മറ്റൊരു പുലയ പ്രമാണിയായിരുന്ന അയ്യൻകോതനായിരുന്നു. അയ്യൻകോതന്റെ കുടുംബത്തിലെ സ്ത്രീകളും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ ചിത്തിരയും സഹോദരി കണ്ണമാലയും ഇതിൽ പ്രധാനികളാണ്. കണ്ണമാല താമസിച്ചിരുന്ന സ്ഥലമാണ് പിന്നീട് കണ്ണമൂല എന്നറിയപ്പെട്ടത് എന്നും കരുതപ്പെടുന്നു. വള്ളുവനാട്ടിലെ ചില സവർണർ അക്കാലത്ത് പുലയരെ ചേരന്മാർ എന്ന് വിശേഷിപ്പിച്ചു. ഈ വിളിപ്പേര് പിന്നീട് ഒരു ഐതിഹ്യമായി മാറുകയും വള്ളുവനാർ കോട്ട ചേരമാനാർ കോട്ട എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സംഘകാലത്ത് മഹോദയപുരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇന്നത്തെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പ്രദേശമാണെന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു. പുലയ രാജാക്കന്മാരുടെ പ്രതാപം മഹോദയപുരത്തിന്റെ പതനത്തോടെ അവസാനിച്ചു. അതോടെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ സംരക്ഷകരായ മേലാളന്മാർ സമൂഹത്തിൽ പിടിമുറുക്കി. അവർ ജനങ്ങൾക്കിടയിൽ ജാതിവിദ്വേഷം കുത്തിനിറച്ച് സമൂഹത്തെ ഭിന്നിപ്പിച്ചു. അധികാരം കൈവശപ്പെടുത്തിയിരുന്ന പുലയന്മാരെയും മറ്റ് ദ്രാവിഡ വിഭാഗക്കാരെയും ക്രൂരമായി അടിച്ചമർത്തി. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെയെല്ലാം അവർ ക്രൂരമായി കൊന്നൊടുക്കി. ഏകദേശം 460 വർഷത്തോളം ഈ മേലാളന്മാർ ഭരണം നടത്തി. കേരള സമൂഹത്തെ വർണ്ണവ്യവസ്ഥയുടെ ഇരുമ്പ് മറയ്ക്കുള്ളിലേക്ക് അവർ ഒതുക്കി. അധികാരവും ഭൂമിയും കൈവശം വെച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ പാടങ്ങളിലും കൃഷിയിടങ്ങളിലും പണിയെടുക്കുന്ന അടിമകളാക്കി മാറ്റി. അങ്ങനെ അവർ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി മുദ്രകുത്തപ്പെട്ടു. ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ അയിത്തം ഒരു യാദൃശ്ചിക സംഭവം ആയിരുന്നില്ലെന്ന് വ്യക്തമാകും. മറിച്ച് അധികാരം കൈവശം വെച്ചിരുന്ന ഒരു ജനതയെ ദുർബലരാക്കാനും അവരുടെ സാമൂഹിക പദവി ഇല്ലാതാക്കാനും വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ച ഒരു സാമൂഹിക വിവേചനമായിരുന്നു അത്. പുലയ രാജാക്കന്മാരുടെ കഥകൾ കേരളത്തിന്റെ ഈ ഇരുണ്ട ചരിത്രത്തിന്മേൽ വെളിച്ചം വീശുന്നു. പുലയ രാജാക്കന്മാർ കേരളം ഭരിച്ചതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ നെടുമങ്ങാടും അത്തരത്തിൽ പുലയ ഭരണം നിലനിന്നിരുന്നു. ഈ ചരിത്രത്തിലെ അവസാനത്തെ പുലയ ഭരണാധികാരിയായിരുന്നു ധീരവനിതയായ കോതറാണി. അയ്യൻകോതന്റെ സഹോദരിയായിരുന്നു കോതറാണി. കൊക്കോതമംഗലം ആയിരുന്നു അവരുടെ രാജധാനി. ചാതുർവർണ്ണയവും ജാതി വിവേചനവും അതിന്റെ പാരമ്പര്യത്തിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് റാണി ഭരണം നടത്തിയിരുന്നത്. സവർണ വിഭാഗങ്ങളും കരപ്രമാണിമാരും റാണിയുടെ ഭരണത്തെ എതിർക്കുകയും അവളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തു. ഇതിന് നേതൃത്വം നൽകിയത് ആറ്റിങ്ങൽ രാജാവായിരുന്നു. റാണിക്കെതിരായ ഗൂഢാലോചനകളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കോതറാണി ശക്തമായ ഒരു തിട്ടൂരം പുറത്തിറക്കി. റാണിയുടെ മകളുടെ തിരുണ്ട് കല്യാണത്തിന് കരപ്രമാണിമാർ സഹകരിക്കരുത്, അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കണം, അല്ലാത്ത പക്ഷം പുല്ലോടെ പുരയോടെ കല്ലോടെ കരയോടെ അവരെ ചോദ്യം ചെയ്യുമെന്നും അതിൽ മുന്നറിയിപ്പ് നൽകി. ഇത് കാര്യപ്രമാണിമാരെ ഭയപ്പെടുത്തി. അതേസമയം ഇത് റാണിയോടുള്ള അവരുടെ പക വർദ്ധിപ്പിക്കുകയും ചെയ്തു. റാണിയെ നശിപ്പിക്കാൻ പറ്റിയ ഒരവസരത്തിനായി അവർ കാത്തിരുന്നു. ആ സമയത്താണ് ആറ്റിങ്ങൽ രാജാവിന് റാണിയുടെ മകൾ ആതിരയുടെ സൗന്ദര്യത്തിൽ മോഹിതനാകുന്നത്. അയാൾ ആതിരയെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് റാണിക്ക് കത്തയച്ചു. എന്നാൽ റാണി ആ ആവശ്യം നിരസിച്ചു. ഇതിൽ കുപിതനായ ആറ്റിങ്ങൽ രാജാവ് നെടുമങ്ങാട് കൊട്ടാരത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് റാണിയെ ഇല്ലാതാക്കാൻ അവസരം കാത്തിരുന്ന കരപ്രമാണിമാർക്ക് ഒരു സുവർണ അവസരമായിരുന്നു. അവർ ആറ്റിങ്ങൽ രാജാവിനൊപ്പം ചേർന്ന് നെടുമങ്ങാട് കൊട്ടാരം വളഞ്ഞു. സൈനികമായി ദുർബലമായ കോതറാണിക്ക് കൊട്ടാരം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഈ തക്കം നോക്കി ശത്രുസൈന്യം കൊട്ടാരം തീയിട്ട് നശിപ്പിച്ചു. നെടുമങ്ങാട് കൊട്ടാരം ആക്രമിക്കപ്പെട്ടതറിഞ്ഞ് പുലയനാർ കോട്ടയിലെ രാജാവ് കോതറാണിയുടെ സഹായത്തിനായെത്തി. അദ്ദേഹം ആറ്റിങ്ങൽ കൊട്ടാരത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അത് അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ആറ്റിങ്ങൽ രാജാവ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു.
പിന്നീട് കോതറാണിയും മകളും ഒരു ചെറിയ സൈന്യവുമായി തിരിച്ചെത്തി വീണ്ടും യുദ്ധം ചെയ്തു. ആ പോരാട്ടത്തിൽ കോതറാണി വീരം കുത്തിവരിച്ചു. അമ്മയുടെ മരണത്തിൽ മനം നൊന്ത് ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി മകൾ ആതിര അടുത്തുള്ള കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയാണ് കേരളത്തിൽ പുലയ രാജവംശത്തിന് അന്ത്യം കുറിച്ചത്. അറിവും അധികാരവും ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തെ ജാതിയുടെയും അസൂയയുടെയും പേരിൽ ഇല്ലാതാക്കിയതിന്റെ ദുരന്ത കഥയാണിത്. കോതറാണിയുടെയും മകൾ ആതിരയുടെയും രക്തസാക്ഷിത്വം കേരളത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും ഒരു ദുരന്ത സ്മരണയായി നിലകൊള്ളുന്നു. ഈ സംഭവങ്ങളോടെ നൂറ്റാണ്ടുകളോളം കേരളം ഭരിച്ച ഒരു രാജവംശത്തിന്റെ കഥയ്ക്ക് പൂർണ്ണ വിരാമമായി.